സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ അനസ്തേഷ്യ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്ന കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ എന്ന വിമർശനമുയരുന്നു. പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അനസ്തേഷ്യ മരുന്നുകളാണ് പലപ്പോഴും ആരോഗ്യ പ്രവർത്തകരുടെ ജീവനെടുക്കുന്നത്. ഒരു വർഷത്തിനിടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 3 ഡോക്ടേഴ്സാണ് അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തത്. ശസ്ത്രക്രിയകൾ വേദനരഹിതമാക്കുന്ന അനസ്തേഷ്യ മരുന്നുകൾ ജീവനൊടുക്കാനുള്ള ടൂളായി മാറുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 10 ആത്മഹത്യ ചെയ്ത ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ബിബിൻ, ഡിസംബർ 5 സ്ത്രീധന തർക്കത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഡോക്ടർ ഷഹ്ന, ഒടുവിൽ ഇന്നലെ ആത്മഹത്യ ചെയ്ത സീനിയർ റെസിഡന്റ് ഡോക്ടർ അഭിരാമി. 3 പേരും മരിച്ചത് അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ച്. ഈ നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞ പോലെ ഈ അറിവ് കിട്ടുന്നതനുസരിച്ചിട്ട് ഇവർക്ക് കാരണം അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്നത്, അനസ്തേഷ്യ എന്ന് പറയുന്നത് തന്നെ വേദനയെ ശമിപ്പിക്കുന്ന ഒരു സൈഡിൽ കൂടെ മറ്റേ സൈഡിൽ കൂടെ ഉറക്കം വരുത്തുന്നു. ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ അറിയാവുന്നവർ അത് മുതലാക്കുന്നു എന്നുള്ളതാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടത്തില്ല, എടുക്കാനായിട്ട് ഒക്കത്തില്ല. ഇന്ത്യയിലെ ഒരു സെറ്റപ്പിൽ ഈ അനസ്തേഷ്യ മരുന്നുകൾക്ക് മറ്റു മരുന്നുകളുമായിട്ട് ചില ഹാബിറ്റ് ഫോമിങ് മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ഡിസ്ട്രിബ്യൂഷനിൽ അത്ര സ്ട്രിക്റ്റ് അല്ല. പ്രൊപ്പോഫോൾ, കീറ്റമിൻ, എറ്റോമിഡേറ്റ് എന്നീ മരുന്നുകളാണ് ജനറൽ അനസ്തേഷ്യയ്ക്കായി പൊതുവെ ഉപയോഗിക്കുന്നത്. അമിത അളവിൽ ഇത് ശരീരത്തിലെത്തിയാൽ പേശികളുടെ പ്രവർത്തനം നിലയ്ക്കും, പതിയെ ഉറക്കത്തിലേക്കും പിന്നാലെ മരണത്തിലേക്കും. അനസ്തേഷ്യയ്ക്ക് 2 പർപ്പസാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, വേദന ഇല്ലാതാക്കുന്നു. അപ്പോൾ വേദന ഉണ്ടാക്കുന്ന എവിടൊക്കെയാണോ ഈ വേദന ഉണ്ടാക്കുന്ന ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ അതിനകത്തുള്ള ചില സെൻറ്റേഴ്സാണ്. അത്തരം സെൻറ്റേഴ്സിനെ എല്ലാം അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ വേദനയെന്ന് പറയുന്നത് ഫീൽ ചെയ്യത്തില്ല. അത് പാരലായിട്ട് ഇതൊരു ഉറക്കം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യനൊരു അബോധാവസ്ഥയിലായിരിക്കും, പിന്നെ വേദനയും ഫീൽ ചെയ്യത്തില്ല. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ പുറം ലോകമായിട്ട് പിന്നീട് അറിയത്തുള്ളൂ. അവിടെയാണ് ഈ ഡോസ് കൂടി കഴിയുമ്പോഴത്തേക്ക് മരണത്തിലേക്ക് അങ്ങ് പോകുന്നത്. അപ്പോൾ അതറിയാവുന്നവരാണ് അത്തരം ഒരു റൂട്ട് സെലക്ട് ചെയ്യുന്നത്. അനസ്തേഷ്യ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ആശുപത്രികളിൽ അത് പാലിക്കപ്പെടുന്നില്ല. പ്രിസ്ക്രിപ്ഷൻ പോലുമില്ലാതെ ആർക്കും മരുന്ന് തരപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ഫാർമസി സ്റ്റോറുകളിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റുകളിലേക്ക് മരുന്ന് പോയെന്നോ എത്ര ഡോസ് ഉപയോഗിച്ചെന്നോ കണക്കുകൾ സൂക്ഷിക്കാറില്ല. അനസ്തേഷ്യ മരുന്നുകളുടെ ദുരുപയോഗത്തിന് കാരണമായി ഡോക്ടർമാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നതും ഈ തെറ്റായ കീഴ്വഴക്കമാണ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.